ദിലീപ്, TRFിന്റെ തലവൻ സജാദ് ഗുലിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ടല്ലോ. 2022 ഇയാൾക്ക് NIA 10 ലക്ഷം രൂപയുടെ തലയ്ക്ക് വിലയിട്ടതാണ് എന്ന വിവരം വരുന്നുണ്ട്. കൊടും ഭീകരനാണ്. മാത്രമല്ല അവൾ കേരളത്തിലും ബാംഗ്ലൂരിലും അടക്കം പഠിച്ചു എന്ന വിശദാംശങ്ങളുടെ സ്ഥിരീകരണം എങ്ങനെയാണ് ദിലീപ്? ഹാഷ്മി, പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഷേഖ് സജാദ് ഗുല്ലാണ് എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ ഷേഖ് സജാദ് ഗുല്ല് കേരളത്തിലും പഠിച്ചിരുന്നു എന്നാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുള്ള വിവരം. ലാബ് ടെക്നീഷ്യൻ കോഴ്സിനായാണ് ഇയാൾ കേരളത്തിലെത്തിയിരുന്നത്. ഇവിടെ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയായതിനു ശേഷം ശ്രീനഗറിൽ അവിടെ ഒരു ലാബ് തുറക്കുകയും ഡയഗ്നോസ്റ്റിക് ലാബ് തുറക്കുകയും അതിനിടെ തന്നെ ഈ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു എന്ന് അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അയാൾ കേരളത്തിൽ എവിടെയാണ് പഠിച്ചിരുന്നത് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോൾ കേരള പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഷേഖ് സജാദ് ഗുൽ കേരളത്തിൽ പഠിച്ചിരുന്നു എന്ന കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാൾ ശ്രീനഗറിലായിരുന്നു നേരത്തെ കോളേജ് വിദ്യാഭ്യാസം ഉൾപ്പെടെ നടത്തിയിരുന്നത്. പിന്നീട് MBA പഠനത്തിനായി ബംഗളൂരുവിലെത്തി. അതിനുശേഷമാണ് കേരളത്തിലെത്തി ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കിയത്. ഈ ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പൂർത്തിയാക്കി അവിടെ എത്തി ലാബ് തുറന്ന് ഭീകരപ്രവർത്തനങ്ങളുമായി ഭീകരരുമായൊക്കെ ബന്ധപ്പെടുകയും ചെയ്തിരുന്നു. ഇതിനിടെ റാവൽപിണ്ടിയിലേക്ക് ഇയാൾ ആസ്ഥാനം മാറ്റി. റാവൽപിണ്ടിയിൽ പാകിസ്ഥാന്റെയും അതോടൊപ്പം ISIയുടെയും ഒക്കെ പരിശീലനം ഇയാൾക്ക് ലഭിച്ചിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തെ തുടർന്ന് ആഗോളതലത്തിൽ പാകിസ്ഥാനും ലഷ്കർ ഇ തൊയ്ബയും ഒറ്റപ്പെടുന്ന സാഹചര്യമുണ്ടായപ്പോൾ തദ്ദേശീയമായി തന്നെ അവിടെയുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കശ്മീരികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭീകര സംഘടനകൾ രൂപീകരിക്കാമെന്ന നിർദ്ദേശം ISI മുന്നോട്ട് വയ്ക്കുകയും അതിനെ തുടർന്ന് ലഷ്കർ ഇ തൊയ്ബ കശ്മീരിൽ പ്രവർത്തിക്കുമ്പോൾ അത് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന പേരിലേക്ക് മാറുകയും അതിൻ്റെ തലപ്പത്തേക്ക് ഷേഖ് സജാദ് ഗുലിനെ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഷേഖ് സജാദ് ഗുലാണ് ഈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്തത്. റാവൽപിണ്ടിയിൽ ഇവരുടെ സംരക്ഷണയിലാണ് കഴിയുന്നത്. ഇന്ത്യ ഈ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഭീകരരുടെ താവളങ്ങൾ ലക്ഷ്യമിട്ടതിൽ റാവൽപിണ്ടിയിലുള്ള ഷേഖ് സജാദ് ഗുലിൻ്റെ ഈ താവളവും ഉണ്ടായിരുന്നു. അത് ഏതായാലും ഇന്ത്യയുടെ പട്ടികയിലുള്ള ഭീകര പരിശീലന താവളമാണ്. ഇതിൽ ഈ ഷേഖ് സജാദ് ഗുൽ കേരളത്തിൽ എവിടെയാണ് പഠിച്ചത്? ഇയാൾ നേരത്തെ തന്നെ ഈ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിരുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവ് 2002 നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് 5 കിലോ RDXുമായി ഇയാളെ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ പിടികൂടിയിരുന്നതാണ്. അതേ തുടർന്ന് 10 വർഷം ഇയാൾക്ക് തടവ് ശിക്ഷ നൽകിയിരുന്നു. ഈ തടവ് ശിക്ഷ പൂർത്തിയാക്കിയതിനു ശേഷം ഇയാളെ വിട്ടയച്ചു. അതേ തുടർന്ന് പിന്നീട് 2017 ഷേഖ് സജാദ് ഗുൽ റാവൽപിണ്ടിയിലേക്ക് തൻ്റെ താവളം മാറ്റുന്നത്. ഇയാളുടെ സഹോദരനും ഈ ഭീകരപ്രവർത്തനങ്ങളുമായൊക്കെ ബന്ധപ്പെടുന്ന ആളാണ്. അയാൾ ശ്രീനഗറിലെ രാജാ ഹരിസിംഗ് ആശുപത്രിയിലെ ഡോക്ടറായിരുന്നു. ഭീകരരുമായുള്ള ബന്ധം, ഭീകരപ്രവർത്തനങ്ങളിൽ അയാളുടെ പങ്കാളിത്തം, ഇതേ തുടർന്ന് പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടുകൂടി സൗദി അറേബ്യയിലേക്ക് കടന്ന ഈ സജാദ് ഗുലിൻ്റെ സഹോദരൻ പിന്നീട് സൗദി അറേബ്യയിൽ നിന്ന് പാകിസ്ഥാനിലെത്തുകയും അവിടെ ഈ ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ട ധനസമാഹരണം നടത്തുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആസൂത്രകനായി പ്രവർത്തിച്ചു വരികയാണ്. ഹാഷ്മി, ദിലീപ് കുമാർ അതിൻ്റെ വിവരങ്ങൾ നൽകിയായിരുന്നു. ഷെയ്ഖ് സജാദ് ഗുൽ ആണ് പഹൽഗാം ഭീകരാക്രമണത്തിൻ്റെ ഡിസൈനർ എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിൻ്റെ മാത്രമല്ല ഒരുപാട് ഭീകരാക്രമണങ്ങൾ ഇപ്പോൾ ബിജ്ബഹറ, ഗന്ദർബാൽ അടക്കമുള്ള മേഖലകളിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെ അടക്കമുണ്ടായ തീവ്രവാദി ആക്രമണങ്ങളുടെ ഒക്കെ തലച്ചോർ ഇയാളാണെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ റാവൽപിണ്ടിയിൽ ലഷ്കർ ഇ തോയ്ബയിൽ സംരക്ഷണയിൽ കഴിയുകയാണ് ഷെയ്ഖ് സജാദ് ഗുൽ എന്ന കാര്യവും അറിയാൻ കഴിയുന്നു. കേരളത്തിലും ബാംഗ്ലൂരിലും അടക്കമേൽ പഠിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ MBA ആണ്, കേരളത്തിൽ അത് ലാബ് ടെക്നീഷ്യൻ കോഴ്സാണ്. അപ്പോൾ എവിടെയാണ് അയാൾ ഇവിടെ പഠിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ അപ്പോൾ എന്തായാലും അന്വേഷണം ഉണ്ടാവട്ടെ. എന്തായാലും ഏത് ലഷ്കർ സംരക്ഷണയിൽ ഏത് റാവൽപിണ്ടിയിൽ ഒളിച്ചാലും എപ്പോഴും അയാളുടെ തലയ്ക്ക് മുകളിൽ ഒരു മിസൈൽ ഭീഷണി ഉണ്ട് എന്ന കാര്യം അയാൾ ഓർക്കുന്നത് നല്ലതാവും.